എന്താ കഥ അനുഭവം അയക്കുന്നവരോടൊക്കെ പറയാനുള്ളത് തന്നെയാണ്. മെമ്പർഷിപ്പ് എടുത്തിട്ട് വരാൻ ശ്രമിക്കുക, എന്നിട്ട് അയക്കുക കേട്ടോ. വേറെ ലക്ഷ്യമൊന്നുമില്ല. ഞാൻ അത്രയും അനുഭവങ്ങളുടെ തള്ളിച്ചയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ആദ്യമായി ശ്രീകുട്ടനും കുടുംബത്തിനും ഭഗവാന്റെയും ഞങ്ങളുടെയും വക എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. മോനെ, തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുന്നു. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ്. എൻ്റെ വീട് കൊല്ലം കരുനാഗപ്പള്ളിയിലാണ്. എൻ്റെ കണ്ണൻ എനിക്ക് കുഞ്ഞു കുഞ്ഞു ഒത്തിരി അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ എടുത്തു പറയാൻ എപ്പോഴും ഓർക്കുന്ന ഒന്ന് രണ്ട് എണ്ണുണ്ട്. അത് ഞാൻ പറയാൻ നോക്കുകയാണ്. അതായത് ഞങ്ങൾക്ക് രണ്ട് മോളുമാരുണ്ട്. രണ്ട് മക്കളുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത് അല്ലേ? മോളുമാരുണ്ട്. ആഹാ, അതിൽ ഇളയ മോൾക്ക് ജോലിയൊന്നും ആകുന്നില്ല. അപ്പം ഞാൻ യൂട്യൂബിൽ ഒരു നേർച്ച കണ്ടു, ജോലി കിട്ടാൻ ഇത് ചെയ്താൽ മതിയെന്ന്. അങ്ങനെ ഞാൻ അഹസ്യ എന്ന വഴിപാട് നേർന്നു. കുറച്ച് കഴിഞ്ഞ് ജോലിയും കിട്ടി. പക്ഷേ മോൾക്ക് അവിടെ പോകാൻ അത്ര താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾ പറഞ്ഞു ഇഷ്ടമെങ്കിലില്ലെങ്കിൽ പോകണ്ടെന്ന്. അവർ ജോയിനിങ് ലെറ്റർ ഇട്ടു തന്നു. പിന്നെ പെട്ടെന്ന് നാട്ടിൽ പോകേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ജോലി ആയിട്ട് ഇനി കണ്ണനെ കണ്ടിട്ട് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർക്ക് ടിക്കറ്റ് എടുത്തു, ഞാനും മോളും കൊച്ചുമോളും കൂടി. അങ്ങനെയാണ് വന്നത്. അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് വൈശാഖ മാസമാണ് എന്ന്. ഞങ്ങൾ ലൈൻ നിന്നു. മോൾക്ക് കുഞ്ഞിനെയും കൊണ്ട് ഇത്രയും ദൂരം ലൈന് നിൽക്കാൻ പ്രയാസമായിരുന്നു. കുഞ്ഞ് നിൽക്കില്ല, നല്ല ചൂടും. അപ്പോൾ എൻ്റെ അടുത്ത് നിന്നവർ പറഞ്ഞു, നമ്മുടെ ലൈൻ നടയിലെത്തുമ്പോൾ മോള് കയറിയാൽ മതിയെന്ന്. അങ്ങനെ മോള് കുഞ്ഞുമായി പുറത്തു പോയി. ഞങ്ങൾക്ക് അവർ തണുത്ത വെള്ളം എല്ലാം വാങ്ങി തന്നു കേട്ടോ. പിന്നെ മോളോട് ഞാൻ പറഞ്ഞു, എന്നാൽ മോള് പോയി അഹസിൻ്റെ രസീത് എഴുതിക്കുകയെന്ന്. 12 മണിക്ക് കഴിഞ്ഞാൽ എഴുതില്ല. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡേയിലേ ഉള്ളൂ പിന്നത്തെ ടോക്കൺ. അവിടെ എത്തിയപ്പോൾ കാർഡ് വേണം, ഇല്ലെങ്കിൽ പൈസ ചേഞ്ച് വേണം. അതുകൊണ്ട് അന്ന് നടന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു സാരമില്ല, നാളെ ചെയ്യാമെന്ന്. ഞങ്ങൾ 2 ദിവസം താമസിക്കും. 3-ാമത്തെ ദിവസം രാവിലെയാണ് ട്രെയിന്. അങ്ങനെ ലൈനിൽ നിന്നത് നടയിൽ എത്താറായി. ഞങ്ങൾ മോളെയും കുഞ്ഞിനെയും ലൈനിൽ നിർത്തി. അങ്ങനെ നിന്നു. അവസാനം നടയിലെത്തി. കുറേ കഴിഞ്ഞപ്പോൾ അതാ പുറത്ത് കുറേ കണ്ണന്മാർ വരുന്നു. ശ്രീകുട്ട, എന്താ പറയാൻ, ഞാനും എൻ്റെ മോളും കരച്ചിലടക്കാൻ പറ്റിയില്ല. കണ്ണനെ ഞങ്ങൾ അടുത്ത് കണ്ടു കേട്ടോ. ഇപ്പോഴും അത് എഴുതുമ്പോൾ എന്തോ ഒരു അനുഭൂതി. പിന്നെ അടുത്ത ദിവസം ഞാൻ പോയി രാവിലെ രസീത് എഴുതാൻ. അപ്പോൾ തുറന്നില്ല. അവിടെ ഇരുന്ന് കണ്ണനെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ ജനൽ തുറന്നു. ആദ്യ കൗണ്ടറിൽ ചെന്നപ്പോൾ പറഞ്ഞു, അഹസാണെങ്കിൽ നാളെ കിട്ടില്ല, ഡേറ്റ് തരും, അന്ന് വരണമെന്ന്. ഞാൻ ആകെ വിഷമത്തിലായി. ഇനി എന്ന് വരാനാണ് കണ്ണാ? അയാൾ പറഞ്ഞു 2-ാമത്തെ കൗണ്ടറിൽ പോയിട്ട് രസീത് എടുക്കാൻ. ഞാൻ ശരിക്കും എൻ്റെ കണ്ണനെ വിളിച്ചു പറഞ്ഞു, ഇനി എങ്ങനെ വരും കണ്ണാ? എനിക്കറിയില്ല. അവിടെ എത്തിയപ്പോൾ പുള്ളിക്കാരൻ ഒന്നും പറഞ്ഞില്ല. രസീത് എഴുതി പൈസ കൊടുത്തപ്പോൾ കാർഡ് വർക്കാവുന്നില്ല. പിന്നെ അദ്ദേഹം നോക്കി ഒക്കുന്നില്ല. കാർഡിൽ ഞാൻ എഴുതിക്കൊണ്ടാണ് പോയത്, തെറ്റാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്നോട് പറഞ്ഞു ATM-ൽ നിന്ന് എടുക്കാൻ. അവിടെയും വർക്കായില്ല. ഞാൻ വിഷമിച്ചു. മോളുടെ അടുത്ത് പോയി പറഞ്ഞു. മോള് പറഞ്ഞു, അങ്ങനെ വരത്തില്ല അമ്മേ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അവൾ പോയി ATM-ൽ നിന്ന് എടുത്തു. പൈസയും കിട്ടി. ഇനി എങ്ങനെ നടത്തുമെന്ന്. ഞങ്ങൾക്ക് രാവിലെ ട്രെയിനാണ്. മോൾക്കും വിഷമമായി. എൻ്റെ വിഷമം കണ്ട് മോള് പറഞ്ഞു, അമ്മേ, കണ്ണന് ഇതിനേക്കാൾ നല്ല ജോലി കിട്ടും, അപ്പോൾ ചെയ്താൽ മതിയെന്ന്. മോൾക്ക് അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. സത്യം ശ്രീകുട്ട മോനെ, അവിടെ ചെന്ന് 2 വീക്കായപ്പോൾ മോള് വിചാരിച്ച ജോബ് കിട്ടി. പിന്നെ ഞങ്ങൾക്ക് 2 മോളുമാരും കൊച്ചുമക്കളാണ്. ഞങ്ങളെല്ലാവരും കൂടി വന്ന് അത് ചെയ്തു മോനെ. എന്ത് വന്നാലും 2 ദിവസം നിൽക്കും. എപ്പോൾ വന്നാലും എൻ്റെ മോളാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് കണ്ണൻ്റെ പായസവും ഉണ്ണിയപ്പവും ആടിയ എണ്ണയും ഒക്കെ എല്ലാം കിട്ടി. മോനെ, എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കണ്ണനെ മുന്നിൽ നിന്നൊന്ന് കാണണമെന്ന്. അന്ന് ഞാനും എൻ്റെ മൂത്തുമോളും കൂടി വെളുപ്പിന് 2:30 AM ടിക്കറ്റ് എടുത്തു പോയി. നട തുറന്ന് ഞങ്ങൾക്ക് കണ്ണൻ്റെ അടുത്ത് കൂടി പോകാൻ പറ്റിയിട്ടോ. എന്ത് സന്തോഷമായിരുന്നു. പക്ഷേ സന്തോഷം കൊണ്ട് അടുത്ത് ചെന്നപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി. ശരിക്കും കാണാൻ പറ്റിയില്ല, ഒരു മായ പോലെ. ഇപ്പോൾ എപ്പോഴും വരണമെന്ന് തോന്നും. കുറേ കഴിയുമ്പോൾ അങ്ങനെയെങ്കിലും മോള് കൊണ്ടുപോകും. ശ്രീകുട്ടൻ പറഞ്ഞ പോലെ ഞാൻ എന്തുണ്ടെങ്കിലും കണ്ണനോട് പറയും. ഞാൻ ആദ്യം വന്നപ്പോൾ ഒരു ഉണ്ണിക്കണ്ണനെ കൊണ്ടുവന്നു. എന്ത് പറഞ്ഞാലും സാധിച്ചു തരും എൻ്റെ മോൻ. എനിക്ക് എത്രയും പെട്ടെന്ന് വരാൻ ഇടയാക്കണേ എന്നാണ് പ്രാർത്ഥന. എൻ്റെ മോളുമാരുടെ ജോലിയിൽ പ്രശ്നങ്ങളെല്ലാം മാറ്റി കൊടുക്കണമെന്നുണ്ട്. ശ്രീകുട്ട, ചുരുക്കി പറഞ്ഞാൽ മതി കേട്ടോ. എന്താ കഥ. എഴുത്തിൽ കുറച്ച് മിസ്റ്റേക്കുകൾ ഫീൽ ചെയ്തിരുന്നു. മിസ്റ്റേക്കല്ല, ഞാനത് തപ്പിപ്പോയത് അതാണ്. പക്ഷേ വളരെ ഇഷ്ടപ്പെട്ട അനുഭവമായിരുന്നു. മോൾക്ക് വേണ്ടിയിട്ട് അമ്മ അത്രയും കഷ്ടപ്പെട്ട് എഴുതിയില്ലേ. എന്താ പറയേണ്ടത്, ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണ.